കോച്ച് ദ്രാവിഡും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വലിയൊരു സർപ്രൈസാണ് ഇന്ന് ആരാധകർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സഞ്ജു സാംസൺ ഓപ്പണർ ആകുമെന്ന് ആരും തന്നെ കരുതിയില്ല. സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ അവസരം കിട്ടില്ലെന്നാണ് കരുതിയത്. എന്നാൽ സഞ്ജുവിനെ രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ ഇറക്കി. ഇത് ദ്രാവിഡിൻ്റെ പദ്ധതിയായിരുന്നു. ഇന്ന് ബംഗ്ലാദേശിനെതിരെ ജയിച്ച ശേഷം കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ത്യ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇന്ന് ഇന്ത്യ ജയിച്ച ശേഷം ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സന്നാഹ മത്സരമാണെങ്കിലും ഞങ്ങൾക്ക് ഈ പിച്ചിൽ കളിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. ഈ ഒരു മാച്ചിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഞങ്ങൾ സഞ്ജുവിനെ ഓപ്പണിങ്ങിലാണ് ഇന്ന് ഇറക്കിയത്. സഞ്ജുവിനെ ഫോമാകാൻ സാധിച്ചില്ല. ഇതൊരു സന്നാഹ മത്സരമാണ്. ഇതിലെ പ്രകടനം ഞങ്ങൾ നോക്കുന്നില്ല. വരുന്ന മത്സരങ്ങളിലും സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ ഇറക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. സഞ്ജു IPL-ൽ തകർത്തടിച്ചിട്ടുണ്ട്. പവർ പ്ലേ ഓവറുകളിൽ സഞ്ജുവിന് കളിക്കാൻ സാധിക്കും. അത് സഞ്ജു തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ ഇറക്കിയത്. ഇന്നത്തെ ടീമിൽ നിന്ന് ചില മാറ്റങ്ങൾ മാത്രമേ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തും. അടുത്ത മാച്ച് ഞങ്ങൾക്ക് അയർലൻഡുമായിട്ടാണ്. ഈ ഒരു മാച്ചിൽ സഞ്ജു അടക്കമുള്ള താരങ്ങൾ ഫോം ആകുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. സഞ്ജുവിന് വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം തന്നെ സഞ്ജുവിനെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചു. ഇതിനേക്കാൾ വലിയ അവസരം ഇനി കിട്ടാനില്ല. സന്നാഹ മത്സരമായതുകൊണ്ട് സഞ്ജുവിന് ഫോമാകാൻ സാധിച്ചില്ല. അടുത്തു വരാൻ പോകുന്ന അയർലൻഡിനെതിരെ സഞ്ജുവും രോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്താൽ രണ്ടുപേരും തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. ദ്രാവിഡ് പറയുന്നത് സഞ്ജുവിനെ ഇനി ഓപ്പണിങ്ങിൽ കളിപ്പിക്കുമെന്നാണ്. ഋഷഭ് പന്തും ഹാർദിക് പാണ്ഡ്യയും ഇന്ന് അടിച്ചു കളിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റാണെന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.